റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെന്ന വ്ളാഡിമിർ സെലൻസ്കി. മെയ് 15-ന് തുർക്കിയിലെ ഇസ്താംബൂളിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ നിശ്ചയിച്ചിരിക്കുന്നത്. യുക്രൈൻ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിന് ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പുടിൻ അറിയിച്ചിരുന്നു. യുക്രൈൻ ചർച്ചകളിൽ പങ്കെടുക്കണമെന്ന് ഡൊണാൾഡ് ട്രംപും ആവശ്യപ്പെട്ടിരുന്നു. ചർച്ചകൾക്ക് മുമ്പ് 30 ദിവസത്തെ വെടിനിർത്തൽ വേണമെന്ന യുക്രൈന്റെ ആവശ്യത്തെ റഷ്യ അംഗീകരിച്ചിട്ടില്ല. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ഉണ്ട്. ഐസക്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? കൃഷ്യ, ഇന്നലെയാണ് ഇത് സംബന്ധിച്ച വാർത്തകളെല്ലാം തന്നെ പുറത്തു വരുന്നത്. വളരെ കൃത്യമായി പുടിൻ പറയുന്നത് ഈ 15-ന് ഇസ്താംബൂളിൽ നടക്കുന്ന ചർച്ചകൾക്ക് തയ്യാറാണെന്നും വെടിനിർത്തലിന് തന്നെ തയ്യാറാണ് എന്ന നിലപാട് വളരെ കൃത്യമായി തന്നെ റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നതാണ് ഏറെ ഗൗരവമേറിയ അല്ലെങ്കിൽ ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട വിഷയം. നിലവിലെ സാഹചര്യത്തിൽ വെടിനിർത്തൽ നടപ്പാക്കുന്നതിനെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന റഷ്യ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു, വെടിനിർത്തലിനെ അല്ലെങ്കിൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ സൂചനകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച സൂചനകളെല്ലാം തന്നെ നൽകിയിരുന്നു റഷ്യ എങ്കിൽ കൂടി കൃത്യമായൊരു നിലപാട് ഇന്ന ദിവസം മുതൽ ഇക്കാര്യത്തിൽ ചർച്ചകളാവാമെന്നൊരു നിലപാട് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നത് ഏറ്റവും ശുഭസൂചകമായ കാര്യമായി നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റൊരു സുപ്രധാന വിഷയം ഇക്കാര്യം ഇന്നലെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളിൽ ഏറ്റവും പ്രധാന ആശങ്കയായി നിലനിന്നിരുന്നത് വോളോഡിമിർ സെലൻസ്കിയുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്തായിരിക്കുമെന്നാണ്. പക്ഷേ വോളോഡിമിർ സെലൻസ്കിയും ഇക്കാര്യത്തിൽ അനുകൂല നിലപാട്, അതായത് വെടിനിർത്തലിന് തയ്യാറാണെന്ന നിലപാടും ഇസ്താംബൂളിൽ ചർച്ചകൾക്ക് തയ്യാറാണെന്നും നേരിട്ട് പുടിനുമായി ചർച്ചകൾ നടത്തണമെന്ന ഒരു ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം നേരത്തെ തന്നെ ഡൊണാൾഡ് ട്രംപ് യുക്രൈനുമായി ഇക്കാര്യത്തിൽ ചർച്ചകൾ, അതായത് യുക്രൈൻ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടും യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടും റഷ്യയുമായി ചർച്ചകൾ തുടരണമെന്ന ഒരു ആവശ്യം നിർദ്ദേശിച്ചിരുന്നു. ആ ആവശ്യത്തിന്റെ കൂടി ഭാഗമായാണ് സെലൻസ്കി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ചകൾ നടത്താൻ തയ്യാറാണെന്ന നിലപാട് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു എതിർപ്പ് യുക്രൈന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കയ്ക്കെതിരെ ഉണ്ടായിരുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് പോപ്പിന്റെ അവസാന ശുശ്രൂഷ സംബന്ധിച്ച വേളയിൽ ഡൊണാൾഡ് ട്രംപും സെലൻസ്കിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ സംഭവത്തോടു കൂടി പ്രശ്നങ്ങളെല്ലാം തന്നെ യുക്രൈനും അമേരിക്കയുമായുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യവും അതുപോലെ തന്നെ പല ധാരണകളും ഒപ്പുവയ്ക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അപ്പോൾ ഇനി വേണ്ടത് യുക്രൈന്റെ പുനർനിർമ്മാണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കലാണ് എന്ന നിലപാട് അന്നേ അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ വെടിനിർത്തലിലേക്ക് നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം 30 ദിവസത്തെ വെടിനിർത്തൽ അടിയന്തരമായി നടപ്പാക്കണമെന്ന ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ റഷ്യ അത് അംഗീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി നിലവിൽ, അതായത് 9 മുതൽ 12 വരെയുള്ള ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ വെടിനിർത്തൽ നടപ്പാക്കിയിരിക്കുകയാണ് റഷ്യ. അതായത് റഷ്യയുടെ വിക്ടറി ഡേയുമായി ബന്ധപ്പെട്ടുള്ള ദിവസങ്ങളിൽ 3 ദിവസം 11-ാം തീയതി വരെ വെടിനിർത്തൽ നടപ്പാക്കുകയും ചെയ്തിരുന്നു. ഇനി 15-ാം തീയതി തുടർ ചർച്ചകൾ ആരംഭിക്കുകയുമാണ്. തീർച്ചയായും ശുഭസൂചകമായ കാര്യങ്ങളാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ ഏത് രീതിയിലായിരിക്കും ധാരണകൾ ഉണ്ടാവുക, എന്താണോ യുക്രൈൻ റഷ്യ സംഘർഷത്തിന് കാരണമായ വിഷയം, ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നുള്ള ഒരു അന്താരാഷ്ട്ര നയതന്ത്ര വിഷയം അല്ലെങ്കിൽ അന്താരാഷ്ട്ര ധാരണയുടെ വിഷയമാണ് ഏറെ കൗതുകകരമായി അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ നോക്കിക്കാണുന്നത്. ദൃശ്യ.